അങ്ങനെ നമ്മുടെ ബാലന്റെ രാത്രിയുള്ള ദേഷ്യമൊക്കെ കണ്ടിട്ട് മീനാക്ഷിയും മിത്രയും കൂടെ വലിയ സങ്കടത്തിലായി പോയിട്ടോ. അവർ പറയാവുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. ഉടനെ തന്നെ മീനാക്ഷിയോട് മിത്ര പറയാം, എന്നാൽ ഈ സാധനം വല്ലാത്തൊരു സാധനം തന്നെ, ഉടനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. അതാ ഞാനും ആലോചിക്കണം. എനിക്ക് നേരെ വിളക്കുന്ന ഒരു വല്ലാത്ത ടെൻഷനുണ്ട് ചേച്ചി. അച്ഛനോട് ഇവർ പറയണതിന് മുന്നേ എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. നീ പേടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ധർമ്മനാണെങ്കിൽ ഇഡലി കഴിച്ചതിന്റെ ദേഷ്യം നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടെറസിലേക്ക് പോയെന്ന് കലിച്ച് വിളിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഇഡലി കഴിക്കടാ, ഇഡലി കഴിക്കടാ. എന്ത് ഇഡലി കഴിക്കാനോ? ഓ നിങ്ങളൊക്കെ കഴിച്ചോ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരുടെ ചോദിക്കാം. എന്താ മമ്മ ഇഡലിക്ക് കുഴപ്പം? എടാ ഇഡലി ഇഡലി ഇഡലി. ഓ എനിക്ക് ദേഷ്യം വരണം. ഞാനേ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. എന്താ? ഞാൻ ആര്യൻ ഒരു സ്ഥലം വരെ പറഞ്ഞു വിട്ടിരിക്കാം. ഒരു സ്ഥലം വരെയോ? എവിടെയാ? അല്ല അതെ, നമ്മുടെ അവിടുത്തെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കിട്ടുന്ന ഒരു കടയിലെ തട്ടുകട, അവിടെ ഞാൻ പറഞ്ഞു വിട്ടേക്കാന്ന് പറയാട്ടോ. അപ്പോൾ ഉടനെ ആനന്ദ് അങ്ങ് പേടിച്ച് പറിക്കും. അയ്യോ അച്ഛൻ അറിയാതെയോ? മാമൻ എന്ത് പണിയായി കാണിക്കണേ? ഇല്ലില്ല, ഞാനിതിലൊന്നും കൊടുത്തില്ല, ഞാൻ വരില്ല, ഞാൻ പോവാന്ന് പറയാട്ടോ. അപ്പോഴാണ് ആര്യൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു മണം കണ്ടിട്ട് അവർക്ക് പേടിച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും കൂടെ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് മീനാക്ഷിയും മിത്രയും കൂടെ അങ്ങോട്ട് വരുന്നത്. ആഹാ ഇതെന്താ ഇവിടെ ഓപ്പൺ ഫുഡ് കോർട്ടാണോ? അത് കൊള്ളാലോ, എല്ലാവരും കൂടെ എന്താ കഴിക്കണേന്ന് പറഞ്ഞോണ്ട് മീനാക്ഷി. അല്ല അയ്യോ ആരോടും പറയല്ലേ ദൈവമേ, നീ പോയി പറയല്ലേ അമ്മയെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ധർമ്മനും ബാക്കി എല്ലാവരോടും കൂടി ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ മിത്രയും മീനാക്ഷിയോട് പറയില്ലല്ല, ഞങ്ങൾ പറയില്ല, ധൈര്യമായിട്ടിരുന്നോ. അപ്പോൾ ഉടനെ ധർമ്മൻ പറയാണ്, ഈശ്വര ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മൾ നിന്ന് കഴിച്ചോട്ടെ, എന്തായാലും നീ ഇത് പറയരുത് കേട്ടോ, അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ്, അറിയാലോ. ഇല്ലില്ല ഞങ്ങൾ പറയില്ല. പക്ഷേ തൊട്ട് പുറകെ നമ്മൾ ശ്രീദേവി വന്ന് നിന്നതെല്ലാം കണ്ടും കേട്ടും എന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ ഇവിടെ ഒളിച്ചു കളി? എന്താ കഴിക്കണത് നിങ്ങൾ? പൊറോട്ടയോ? എൻ്റെ ദൈവമേ, നിങ്ങൾ എന്താ ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണത് എന്നും പറഞ്ഞിട്ട് ടെൻഷൻ കേട്ടോ. അപ്പോഴത്തേക്കിനോട് മീനാക്ഷി ചോദിക്കാം, എന്താ നിങ്ങൾ പറയണത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണം ശ്രീദേവി ചേച്ചി? ഇവിടെ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഇവർ ടെറസിൻ്റെ വേളി വന്നിട്ട് കള്ളു കുടിക്കാൻ പറ്റും ചെയ്തോ? ഇല്ലല്ലോ, ആഹാരമല്ലേ കഴിക്കണം. അതുകൊണ്ട് പൊറോട്ട ഒക്കെ പുറത്തുനിന്നുള്ള ആഹാരമല്ലേ വാങ്ങിച്ച് കഴിക്കണം. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട് പുറത്തുനിന്നുള്ളതൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന്. അതും ബാലച്ചൻ അറിയാതെയോ? അതിപ്പോൾ എന്താ കുഴപ്പം? ബാലച്ചൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ സമ്മതിക്കോ? എന്നാൽ പിന്നെ കഴിക്കേണ്ടെന്ന് വെക്കണം. ആനന്ദേട്ടാ എന്തിനാ ഇതിന് നിൽക്കുന്നത്? ബാലത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഉടനെ മിത്ര ചോദിക്കുക, അങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുവാണെങ്കിലേ അന്ന് തിയേറ്റർ സിനിമ ഇപ്പോൾ പോപ്കോണോ അതും ഇതൊക്കെ നിങ്ങൾ കഴിച്ചില്ലേ? അതൊക്കെ വേറെ, അത് വേറെ ഇത് വേറെ, അങ്ങനെയാണോ വിചാരിക്കേണ്ടത്? ആനന്ദേട്ടാ ഇങ്ങോട്ട് വന്നേ, പോണം, നമുക്ക് ഇറങ്ങിപ്പോ, വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോവാ. എന്താ ശ്രീദേവി, അതല്ല ബാലത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആനന്ദേട്ട ചെയ്യാൻ പാടില്ല, അവരെന്ത് വേണം ചെയ്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദിനെ വിളിച്ചോണ്ട് പോവാട്ടോ നേരെ. അങ്ങനെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നല്ല വിഷമാവാണ്. അയ്യോ എന്നാൽ ഇത് എന്തൊന്ന് ഭാര്യയാ, ഇങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞു ധർമ്മൻ താഴെ വരുമ്പോൾ തന്നെ അവിടെ കണക്കുകളും കാര്യങ്ങളും നോക്കിക്കൊണ്ട് ബാലിനിരിക്കട്ടോ. ആ സമയത്ത് ദേവിയെ വിളിക്കുകയാണ്. ദേവി ആനന്ദിപ്പം അങ്ങോട്ട് പോയില്ലേ? മോള് മാത്രമേ ഉള്ളൂ? അതെ, മോൾ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് എടുത്തുതരുമോ എന്ന് ചോദിക്കാട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തിട്ട് അച്ഛന് വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, എന്നാൽ പിന്നെ ഞാൻ പോയി കിടന്നോട്ടെ. മോളത് നിൽക്കുക, ആനന്ദ് ഇങ്ങോട്ട് പോയല്ലോ, പക്ഷെ ബാക്കിയുള്ളവർ എല്ലാവരും ടെറസിലായിരുന്നില്ലേ, മറ്റുള്ളവരെയും കണ്ടില്ല. അവിടെ ഇരിക്കുക അച്ഛാന്ന് പറയാ. അല്ല അതെന്താ അവിടെ ഇരിക്കുന്നത്? അവർ വല്ല കഥയോ മറ്റോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? കഥ പറഞ്ഞാൽ എന്തായിരുന്നു? അതൊന്നും അല്ല അച്ഛാ. എന്താ മോളെ? അല്ല ടെറസിൽ എല്ലാവരും കൂടെ പൊറോട്ട വാങ്ങി കഴിക്കുകയാണെന്നോ? എന്താ നീ പറയണത്? അതെ അച്ഛാ, പറഞ്ഞിട്ട് കേൾക്കണ്ടേ, കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിക്കാം. അയ്യോ അച്ഛാ, ഞാനിനി പറഞ്ഞൊന്നും പറഞ്ഞേക്കരുതേ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് പോവാട്ടോ. അപ്പോഴാണ് ബാലൻ പതിയെ മേളിലേക്ക് ചെന്ന് കയറുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക? പക്ഷേ നമുക്ക് എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ബാലൻ, എന്ത് പരിപാടിയാണ് നീയൊക്കെ ഇവിടെ കാണിക്കണമെന്ന് ചോദിക്കുന്നത്. എല്ലാവരും കൂടെ ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത് പോലും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ നിനക്ക് ഇറങ്ങണില്ലേ വായിക്കാത്തോളം? ഞാൻ മുരിങ്ങക്കാൻ പറ്റുകൊണ്ട് വരാൻ കുത്തി ഇറക്കാൻ അവനൊക്കെ ഒളിച്ച് വന്നെന്ന് പൊറോട്ടയും വാങ്ങിച്ച് കഴിക്കണോ എന്നെ? ധർമ്മ, നിനക്ക് നാണം ഉണ്ടടാ ഇവന്മാരെ കൂടെ ചേർന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട്? നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ പൊറോട്ട വാങ്ങാനുള്ള പൈസ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ പോക്കറ്റിൽ നീ എടുത്തോ അതോ കടയിൽ നീ അടിച്ചു മാറ്റിയോ? പറയാൻ എന്നും പറയാൻ ധർമ്മനോട് കേട്ടോ. അപ്പോൾ ഉടനെ കാര്യം പറയാം, സാരില്ല, ഇതൊന്നും മാമനെ പറയേണ്ട കാര്യമില്ല, ഇതെല്ലാം വാങ്ങിച്ചത് ഞാനാ. അത് ശരി, ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൽ ഞാൻ എല്ലാവർക്കും പൊറോട്ട വാങ്ങിച്ചു കൊടുത്തു. അത് ശരി, അപ്പോൾ നീയാണ് ഇതിൻ്റെ ആളല്ലേ? വലിയ അധ്വാനശീലനായില്ലേ? കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്തും ഏർക്കും വാങ്ങിച്ചു കൊടുക്കാനുള്ളതായി. ഇതുപോലെ ഞാനും പണ്ട് കുറേ സമ്പാദിച്ചതൊക്കെ തന്നെയാണ്. നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, നീയേ നശിച്ച് നാറാണ് കല്ലെടുത്തു. മറ്റുള്ളവർക്കിടെ എന്തിനാടാ ഇങ്ങനെ നാണം കെടുത്താൻ നടക്കുന്നത്? നാണം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആര്യനെ ശരിക്കും കളിയാക്കിയിട്ട് പോവാണ് കേട്ടോ, പാവം. അങ്ങനെ ആര്യം പക്ഷെ അത് ഫീൽ ചെയ്യാതെ മറ്റുള്ളവരോട് പറയാം. അച്ഛൻ പലതും പറയും, നിങ്ങൾ ആഹാരം കഴിക്കുന്നു പറഞ്ഞ് അവരെ കൊണ്ട് കഴിപ്പിക്കട്ടോ. അപ്പോൾ ഉടനെ ധർമ്മം പറയും, എത്രയൊക്കെ ആയാലും കണ്ടോ, നിനക്ക് ഇതിനല്ലേ അവസാനം വഴക്ക് കിട്ടിയത്? അതൊന്നും സാരമില്ല മാമ, ധൈര്യമായിട്ടിരിക്കും, മാമ കഴിച്ചോ. അപ്പോൾ മീനാക്ഷി പറയാം, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ അച്ഛൻ എങ്ങനെ പൊറോട്ട കാണിച്ച കാര്യം അറിഞ്ഞത് ഇത്ര പെട്ടെന്ന്? അപ്പം ഇത്ര പറയാ, ആര് പറയാൻ? ഇവിടുത്തെ ന്യൂസ് ഏജൻസി ഉണ്ടല്ലോ, ആരാ? ശ്രീദേവി ചേച്ചി, അവർ തന്നെ അങ്ങനെ പോയി പറയണം. ഉടനെ മീനാക്ഷിക്ക് ദേഷ്യം വരട്ടോ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് താഴെ വരുന്നുണ്ട്. അപ്പോൾ അവരും അതുപോലെ മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രയോട് പറയും, ഞാൻ പോയി ചോദിക്കും, 2 കൊടുക്കും, അല്ലെങ്കിൽ തന്നെ ഇവർ പോയി അച്ഛനോട് പറഞ്ഞു കാണും. അയ്യോ നേരിട്ടൊന്നും പറയില്ലല്ലോ, എല്ലാം മറച്ചു വെച്ചല്ലേ പറയുള്ളൂ. അച്ഛാ പൊറോട്ടയുടെ മണം വരുന്നുണ്ടല്ലോ, എവിടെ നിന്നാണ്? ടെറസിൽ നിന്നാണോ? ദൂരെ കൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കാണും, അതായിരിക്കും അച്ഛൻ അങ്ങോട്ട് കയറി വന്നത്. അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ചെന്ന് ഞാൻ 2 ചോദിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ
മിത്ര പറയാം, അയ്യോ ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി, ഓടിപ്പോയി വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ലേ, ഇപ്പോൾ ഒരു പ്രശ്നം വേണ്ട, നമുക്ക് സമാധാനമായിട്ട് പോവാം. എന്ത് സമാധാനം മിത്രേ, ഇങ്ങനെ പോവുകയാണെങ്കിലേ ഈ കുടുംബത്തിന് മുഴുവൻ അധികാരവും ഇവരിങ്ങനെ കൈപിടിച്ച് കിടക്കും. ഇവർ വലിയ മഹാറാണി, ഇവരെ അച്ഛൻ മഹാരാജാവ് ഉദയഭാനു, ഇവരെ അമ്മ ഇവിടുത്തെ എല്ലാവരുടെയും വാളാഞ്ചിയായിട്ട് ഇങ്ങനെ നടക്കും. അതാ നടക്കാൻ പോണത്. നമ്മളെല്ലാവരും ഇവിടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. ചേച്ചി ഒന്ന് സമാധാനപ്പെടും. പിന്നെ നമുക്ക് ഇവരെ എങ്ങനെയെങ്കിലും നമ്മളിതിൽ മെരുക്കിയെടുക്കാം. ഒന്നും നടക്കാൻ പോണില്ല മിത്രേ. എങ്ങനെ നടക്കാൻ? ഇവരെ നേരിട്ട് ഒരു വഴക്കിനും വരില്ലല്ലോ. എല്ലാവരും ഒത്തുകയും ചിരിച്ച് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കും. പക്ഷെ അടിക്കൂടെയാണ് ഇവിടെ പാര വെക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചിരിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറയും. ഇതൊക്കെയാണ് അവരുടെ സ്വഭാവം. പിന്നെ എങ്ങനെയാ ഇവർ വഴക്കുണ്ടാക്കുക? നേരിട്ടുള്ള ഒരു പാര വയ്ക്കുന്ന അവർക്കില്ല. ഇത് അവരുടെ സ്വഭാവം. അമ്മയെ പോലും ഇവിടെ ഒതുക്കി മൂലയിൽ എത്തിയിരിക്കണോ? എടാ, നിനക്കറിയോ അമ്മ ഇന്ന് വരെങ്കിലും ആരുടെ മുന്നിൽ താന്നിട്ടുണ്ടോ? അച്ഛൻ്റെ മുന്നിലല്ലാതെ. ഇപ്പതേ അമ്മയെ നെയ്സടി ഇവരുന്ന് ഒരു മൂലയിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. സകല അടവും പഴറ്റിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അപ്പം മിത്ര പറയാ, ഇവരന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പോലും ഇത്രയും ഭയങ്കരിയാണെന്നും ഇങ്ങനെയുള്ളവരാണെന്നും ഞാൻ വിചാരിച്ചില്ല. പഞ്ചപാമ്പോലെ ഇരുന്നത്. എന്നാൽ ഞാൻ കരുതി, എനിക്ക് അന്നേ ഞാൻ വിചാരിച്ചു ഇവരുടെ ഇങ്ങോട്ടുള്ള വരവ് ഒരു 1.5 വരവ് തന്നെ ആയിരിക്കുമെന്ന്. വരട്ടെ, ഞാനും ചിലതൊക്കെ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, നടപ്പിലാക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇവരെ മൂലയ്ക്ക് ഇരുത്താൻ ഞാൻ നോക്കിക്കും മിത്രേ, കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് നമ്മുടെ മീനാക്ഷി അവിടുന്ന് പോകുന്നത്. അപ്പോൾ മിത്രയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു വിഷമമുണ്ട്. ആ മിത്ര നേരെ വന്നിട്ട് ഗോമതിയോട് അടുത്ത് സംസാരിക്കുന്നുണ്ട്. തലേദിവസം രാത്രിത്തെ കാര്യം, പൊറോട്ടയുടെ കാര്യം എന്തായാലും അങ്കിൾ ചെയ്ത് ശരിയായില്ലെന്ന്. അപ്പോൾ ഗോമതി പറയാം, എടി നീ പറയണ പോലെയല്ല, എന്തായാലും നിങ്ങൾ പൊറോട്ട കഴിച്ചതിനൊന്നും അല്ല ബാലേട്ടൻ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ആരും കാണാണ്ട് ഒളിച്ചുകൊണ്ട് കഴിച്ചതിനായിരിക്കും. എന്തൊക്കെയായാലും ശരി തന്നെ. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നാലും അച്ഛൻ്റെ നമ്മൾ ടെറസിൽ പോയ കാര്യവും കഴിച്ച കാര്യമൊക്കെ ഇവിടെ ഒരാൾ ബാലച്ചൻ്റെ കാതിൽ അത് എത്തിച്ചിട്ടുണ്ട്. ബാലച്ചനോ? അതെ, ബാലച്ചൻ. അല്ലാതെ ആരാ? ബാലച്ചൻ എന്ന് വിളിക്കുന്ന ആരാ? ഇവിടുത്തെ ശ്രീദേവി തന്നെയാ, ശ്രീദേവി ചേച്ചി തന്നെയാ പറഞ്ഞു കൊടുത്തിരിക്കണേന്ന് പറയാം. അപ്പോഴാണ് ആനന്ദ് അതുവഴി പോണേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരം എല്ലാം ആനന്ദ് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മളെല്ലാവരും ഒറ്റ കൊടുത്ത് അച്ഛൻ്റെ വഴക്കം കേൾപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ രാവിലെ അതേ കുളിച്ച് കുറിയൊക്കെ തൊടാൻ വേണ്ടി അമ്പലത്തിൽ പോയേക്കാം. ഇങ്ങനെ പോയിട്ട് എന്ത് കാര്യം അമ്പലത്തിൽ ചെന്നിട്ട് എന്നിങ്ങനെ പറയണതും നമ്മുടെ ആനന്ദ് അങ്ങ് തിരിഞ്ഞു പോവാട്ടോ. അവിടെ തന്നെ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് കൈതട്ടി താഴെ വീഴാണ്. അപ്പോൾ ആനന്ദ് അവിടെ ഇതെല്ലാം കേട്ടിട്ട് നിൽക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഉടനെ ആനന്ദ് പറയാം, അയ്യോ അമ്മേ, ഞാനേ അറിയാണ്ടിവിടെ വന്നതാണ്, ഞാൻ ഇതിൽ പോയത്. അപ്പോഴേ നിങ്ങൾ സംസാരം കേട്ട് നിന്നത്, അല്ല ഞാനൊന്നും കേട്ടില്ല, സോറി പറയാം. അപ്പോഴേ ഉടനെ മിത്ര പറയാം, അയ്യോ വലിയേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രീദേവി ചേച്ചിയെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, ചില കാര്യങ്ങൾക്കൊരു വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അതിനെന്താ, അത് കുഴപ്പമില്ല. അപ്പോൾ ഉടനെ ഗോമതി പറയണം, മോനെ ഇവിടെ ദേവിയുടെ കുറ്റം പറയണമെന്ന് ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയൊക്കെ ദേവിയുടെ നാവിൽ നിന്ന് പലതും അച്ഛൻ അറിയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് നമ്മുടെ മിത്ര തന്നെയാണ്. അതിൻ്റെ പ്രയാസത അവൾ ഇങ്ങനെയൊക്കെ നിന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, എനിക്ക് പേടിയാണ് വലിയേട്ടാ. പിന്നെ ചില കാര്യങ്ങളൊക്കെ പേടിയായിട്ടാണ് അങ്ങളോട് പറയാൻ വൈകുന്നത്. പക്ഷേ അതെല്ലാം ദേവിയെടുത്ത് കയറി ആദ്യമേ പറയുക. പക്ഷേ അതൊരു വല്ലാത്ത പ്രഷറിലാണ് എന്നെ കൊണ്ടിട്ടേക്കുന്നത്. കാരണം മനസ്സൊരു വല്ലാത്ത പേടി എനിക്ക് തങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പം അറിയോ, അച്ഛനറിയോ, അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞതാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം. സാരമില്ല, എനിക്ക് മനസ്സിലാവും. പിന്നെ ദേവിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ 1-2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യം ദേവി ഒരു 100 വാക്കിലാണ് അവസാനിക്കുന്നത്. അവൾ എന്താ പറയണത്, എങ്ങനെയാണ് പറയണത്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ, ഇതൊന്നും അവൾ ചിന്തിക്കാറില്ല. അവളുടെ ഒരു കുഴപ്പം വേണോ വേണ്ടേ ഒന്നും ചിന്തിക്കില്ല. ഞാൻ നിങ്ങളോട് സോറി പറയാട്ടോ, നിങ്ങളെയൊക്കെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം. പക്ഷേ ഞാനത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് മിത്രയോട് അവൾ കാരണം ഉണ്ടായ ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിനൊക്കെ ഞാൻ എന്നോട് ക്ഷമ ചോദിക്കാമെന്ന് പറയാം. അപ്പോൾ അയ്യോ വേണ്ട ഏട്ടൻ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. അപ്പോൾ ഗോമതി പറയാം, പറ്റുമെങ്കിൽ ഒരു കാര്യം നീ ചെയ്താൽ മതി, നീ അവളോട് അധികം സംസാരത്തിൽ ഒരു നിയന്ത്രണം വയ്ക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറൊന്നുമില്ല, അവളെ കുറ്റപ്പെടുത്തിയതല്ല മോനെ, വീണ്ടും ഞാൻ പറയാണ്, നീ ഒരു കാര്യം മാത്രം, ഇത് മാത്രം പറഞ്ഞാൽ മതി. അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ആവശ്യമില്ലാത്തതും വേണ്ടാത്തതും ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് ശരിയമ്മേ, ഞാൻ അതൊക്കെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പോവാട്ടോ. അപ്പോൾ മിത്രയ്ക്ക് നാണക്കേടാവുന്നുണ്ട്. മിത്ര അമ്മയെടുത്ത് പറയാം, ഏട്ടൻ കേൾക്കും, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ, വേണ്ടായിരുന്നു. സാരയില്ല മോളെ, അവൻ ചില കാര്യങ്ങളൊക്കെ ഭാര്യയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അമ്പലത്തിൽ നിന്ന് പറഞ്ഞ് രാവിലെ പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ, എവിടെ പോയതാണോ ഇനി അടുത്തെന്തെങ്കിലും കുരുക്കുണ്ടാക്കാൻ പോയതാണോ എന്നിങ്ങനെ പറയാണ് ഗോമതി. അപ്പോഴാണ് പിന്നെ കണക്കിന് നമ്മുടെ ബാലൻ രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ദേവി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. വന്ന പാടെ അച്ഛനെ കണ്ടിട്ട് അച്ഛാന്ന് വിളിക്കുകയാണ്. അപ്പോൾ ബാലൻജിക്ക് മോളെ എന്താ സുഖാണോ, നീ എവിടെ പോയതാന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ. അപ്പോൾ അച്ഛൻ ഞാൻ അമ്പലത്തിൽ പോയതാ. എന്നും പോകാറുണ്ടോ മോളോ? പിന്നെ ഇന്ന് ചൊവ്വയും വെള്ളിയൊക്കെ ഞാൻ പോകാറുണ്ട് ഇവിടുത്തെ ദേവി ക്ഷേത്രത്തിൽ അച്ഛാ, അങ്ങനെ പോയതാ. പിന്നെ ആനന്ദിനെ വിളിക്കാൻ ഞാൻ എന്താ ചോദിക്കാം, ഇല്ല ജോലിക്ക് പോകാനുള്ളല്ലേ ആനന്ദേട്ടനെ, അതുകൊണ്ട് ഞാൻ വിളിക്കാത്ത. ശരി. പിന്നെ മോളുടെ അനിയത്തി ഇപ്പം എന്താ ചെയ്യുന്നത്? അവളിപ്പം ശ്രീവിദ്യയല്ലേ, അവള് BCom സെക്കൻഡ് ഇയർ പഠിക്കുക, അവൾക്ക് പഠിച്ചൊരു ജോലി വാങ്ങണമെന്നൊക്കെയാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ മോക്ക് ഒരു ജോലിക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമില്ലേ?
അയ്യോ ഇല്ലച്ചാ, എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല. എനിക്ക് വീട്ടിൽ നിൽക്കണം, ആഹാരമൊക്കെ വെച്ച് എല്ലാവരും കൊടുക്കണം, ഇങ്ങനത്തെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ തന്നെ വീട്ടിലെല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ആനന്ദേട്ട മോനുണ്ട്, ആര്യ മോനുണ്ട്, അച്ഛൻ മോനുണ്ട്, പിന്നെ മീനാക്ഷിയും ജോലിക്ക് പോകുന്നുണ്ട് വീട്ടിൽ കാര്യങ്ങൾ. അനിമോള് പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പം ഇത്രയും ജോലിക്ക് പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ജോലിക്കും പോകാനുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്ന് പറയണതും വായി നബദ്ധത്തിൽ വീണുണ്ടോ. അപ്പോൾ ബാലൻ ചോദിക്കണം, എന്താ നീ പറഞ്ഞത്, മിത്ര ജോലിക്ക് പോകണോ എവിടെ? അങ്ങനെ അയ്യോ ദൈവമേ നാക്കുപിഴ വന്നല്ലോ ഈശ്വരാ, ഞാൻ എൻ്റെ വായിന്ന് വീണ് പോയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ. അല്ല ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല, അങ്ങനെ പറയണ്ട, നീ എന്തോ ഉദ്ദേശിച്ചാ പറഞ്ഞ, പറ മോളെ പറ. അല്ല അച്ഛാ, അത് നീ പറ, അറിഞ്ഞ കാര്യം പറ. അപ്പോഴാണ് പറഞ്ഞത്, അല്ല മിത്ര ഇങ്ങനെ ട്യൂഷൻ എടുക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നില്ലേ, ഇപ്പോൾ വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കാം. വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കുമോ, അങ്ങനെ പറ്റുമോ? അതേ അച്ഛാ. പിന്നെ അങ്ങോട്ട് വാചാലയായി കേട്ടോ. ഉടനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലനോട് എല്ലാ കാര്യങ്ങളും. അച്ഛാ, ഹോം ട്യൂഷൻ എന്ന് പറയും, വീട്ടിൽ ചെന്ന് കുട്ടികളെ ട്യൂഷൻ എടുക്കുക, അതിന് വേണ്ടി പോവുക. പിന്നെ അച്ഛനോടൊന്നും പറഞ്ഞില്ലല്ലേ, ഞാൻ പറഞ്ഞതാ ബാലച്ചനോട് എല്ലാം പറയണമെന്ന്. പിന്നെ അമ്മയ്ക്കും ഇത് അറിയാൻ കേട്ടോ. പോരാഞ്ഞിട്ട് ഇതൊക്കെ ശരിയാക്കി കൊടുത്തത് മീനാക്ഷിയാണ്. മിത്രയും മീനാക്ഷിയും കൂടെ സംസാരിക്കണം കേട്ടിട്ട് അങ്ങനെ ഞാൻ കേട്ടതാ, അല്ലാതെ ആരും എന്നോട് പറഞ്ഞതല്ല. അത് ഞാനിപ്പോൾ പറഞ്ഞതാ ബാലച്ച. അയ്യോ ഇനി ബാലച്ചൻ പോയി ചോദിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ഞാൻ ചോദിക്കാതിരിക്കണോ അല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ട്? ഗോമതി പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത് വെച്ചാൽ, അമ്മ എന്തിനാ അച്ഛൻ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? അല്ലെങ്കിൽ തന്നെ മീനാക്ഷി എന്തിനാ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്? എന്നാലും ഇത്ര എന്നാലും കൊള്ളാമല്ലോ, അച്ഛനോട് ഒരു വാക്ക് പറയാത്തോ. അയ്യോ കുറ്റപ്പെടുത്തലോട്ടോ സേവി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലനങ്ങ് ദേഷ്യം വന്നിട്ട് പറയാനുണ്ട്, മോള് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ ചോദിക്കുക ചെയ്യും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ബാലൻ ചാടിത്ത് വെച്ച് നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അയ്യോ ഇപ്പം അത് അബദ്ധമായോ, അച്ഛൻ്റെ ദേഷ്യം കണ്ടിട്ട് എനിക്ക് പേടിയാവണല്ലോ എന്ന് പറഞ്ഞ് ദേവി അവിടെ വലിയൊരു പാര വെച്ചിട്ട് വെല്ലെന്ന് പറയാത്ത പോലെ നിൽക്കായിട്ട് നിൽപ്പിച്ചോട് തിരുന്നത്. പുതിയൊരു